എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും ജാപ്പനീസ് ചീസ് കേക്ക്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ വേണ്ട. അതുപോലെ തന്നെ വെറും 3 മുട്ടയിലാണ് നമ്മൾ ഈ ഒരു അടിപൊളി കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു കേക്കിൻ്റെയും ഒരു പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിണ്ട് കീറാതെ ഈ ഒരു കേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. ഞാനിവിടെ 200 ഗ്രാം ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫിലാഡൽഫിയ ക്രീം ചീസാണ്. ഇത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ നമുക്കൊരു 3.25 ടേബിൾ സ്പൂൺ പാൽ വേണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പിന്നെ 1 ടീസ്പൂൺ ഇത്രയും ബട്ടർ, അതായത് ഒരു 20 ഗ്രാം ബട്ടറും വേണം. ആദ്യം നമുക്ക് ഇത് മൂന്നും കൂടെ ഒരു സോസ് പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ക്രീം ചീസും ബട്ടറും നന്നായിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചൂടാക്കി എടുക്കാനായിട്ട്. ഈ ഒരു ക്രീം ചീസ് നമുക്ക് വളരെ എളുപ്പത്തിൽ 1 ലിറ്റർ പാലിൽ നിന്ന് നമുക്ക് 200 ഗ്രാം ക്രീം ചീസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പാല്, ഈ ഒരു പാല് പച്ചപ്പാലാണ്. ഈ ഒരു പാലും ബട്ടറും ക്രീം ചീസും കൂടി നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഒരുപാട് ബലം കൊടുത്ത് ഇത് അലിയിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് തൊട്ടാലും മതി. അപ്പോൾ തീ ഒന്ന് കൂടി വരുമ്പോഴത്തേക്കും ഈ ഒരു ക്രീം ചീസും ബട്ടറും ഒക്കെ നന്നായിട്ടൊന്ന് ഉരുകി വരും. ഇപ്പം നമ്മുടെ ക്രീം ചീസും ബട്ടറും ഒക്കെ നന്നായിട്ട് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലെ കട്ടകളെല്ലാം തന്നെ ഇല്ലാതായിട്ട് ഇതുപോലെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചറിൽ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ മിക്സിങ് നമ്മൾ ഈ ഒരു ചെറു ചൂടിലിരിക്കുന്ന ഈ ഒരു മിക്സിലേക്കാണ് നമ്മളിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 3 മുട്ടയാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് വേണ്ടത്. അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് നമ്മൾ വെക്കണം. ഇനി അതിൻ്റെ മുട്ടയുടെ മഞ്ഞ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇത് ബീറ്റ് ചെയ്ത് എടുക്കാം. ഒരുപാട് ബലം കൊടുത്ത് ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നവരെ ബീറ്റ് ചെയ്താൽ മതി. അങ്ങനെ 3 മുട്ടയുടെ മഞ്ഞയും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബീറ്ററൊന്നും വേണ്ട. നമ്മളിതുപോലെ ഒരു വിസ്ക് മതി. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ തടിത്തവി എടുത്താലും മതിയാകും. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മഞ്ഞയൊക്കെ ഈ ഒരു മിക്സിലേക്ക് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മിക്സിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതിൽ വെറും 5 ടേബിൾ സ്പൂൺ മൈദ മാത്രം മതി. ഇത് 40 ഗ്രാം മൈദയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം ഇത് ഒരുപാട് കലോറി ഇല്ലാത്തൊരു കേക്കാണ്. ഇതിൽ നമ്മൾ ഒരുപാട് ഓയിലോ അതുപോലെ തന്നെ ഒരുപാട് മൈദയോ ഒരുപാട് പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് കലോറി കുറവുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്കിലേക്ക് ഇതുപോലെ ഒരു ലെമണിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തും ഇടാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, ഞാനിവിടെ ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ മൈദയും മുട്ടയും കൂടെ മിക്സാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മുട്ടയുടെ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ സ്റ്റിഫ് പീക്സ് ഒന്നും ആകണ്ട, ഒരു സോഫ്റ്റ് പീക്സ് ആയാൽ മതി. അപ്പോൾ ബീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എടുക്കുന്നതിന് മുൻപായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ട ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും കാണാനായിട്ട് പാടില്ല. ഇതുപോലൊരു ഇലക്ട്രിക് ബീറ്റർ വേണമെന്നേ ഇല്ല. നമുക്ക് വിസ്ക് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മളത് ബീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓറഞ്ച് കേക്കിൽ കൈ വെച്ചിട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ ചെയ്താൽ മതി. ഈ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് നമ്മളൊരു 3.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 3.5 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ 55 ഗ്രാം പഞ്ചസാരയാണ് കറക്റ്റായിട്ട് ഇതിലേക്ക് വേണ്ടത്. എല്ലാ അളവും ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് പീക്സായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഒരുപാട് സ്റ്റിഫല്ല, എന്നാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പീക്സുമാണ്. ഇനി നമുക്ക് ബീറ്റിംഗ് നിർത്തിയതിന് ശേഷം ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയും മൈദേൻ്റെയും കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ 3 തവണകളായിട്ട് ഈ ഒരു കൂട്ടിലേക്ക് ഇട്ടിട്ട് വളരെ ലൈറ്റായിട്ട് ഈ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് സ്പീഡിൽ മിക്സ് ചെയ്തിട്ട് അത് ബീറ്റ് ചെയ്യരുത്.
ഇപ്പോൾ ഈ ഒരു മിക്സ് ചെറിയ ചൂടിലാണുള്ളത്, വളരെ ചെറിയ ചൂട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ജാപ്പനീസ് ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഈ ഒരു മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ അധികം ചേരുവകളൊന്നുമില്ല. മുട്ട, മൈദ, പഞ്ചസാര, അതുപോലെ തന്നെ ക്രീം ചീസ്, ബട്ടർ, ഇത്രയേ ഉള്ളൂ. ബാക്കി ബേക്കിംഗ് പൗഡറോ സോഡയോ അങ്ങനെയൊന്നും വേണ്ട. അതുപോലെ പഞ്ചസാരയും മൈദയൊക്കെ വളരെ കുറച്ച് മാത്രമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ളൊരു രീതിയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരിക്കലും സ്പ്രിംഗ് ഫോം പാൻ എടുക്കരുത്. ഇതുപോലെയുള്ള കവേർഡായിട്ടുള്ള പാൻ എടുക്കുന്നതാണ് നല്ലത്. മറ്റേതിലെടുത്താൽ ശരിയായി വരില്ല. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6x6 സ്ക്വയറായിട്ടുള്ളൊരു ടിന്നാണ്. നിങ്ങൾക്ക് 6 ഇഞ്ചിൻ്റെ റൗണ്ടായിട്ടുള്ള ടിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമ്മളതിൽ ബട്ടറൊന്നും തടവിയിട്ടില്ല. ഈ ഒരു ബാറ്റർ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ ഓവൻ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ 100 ഡിഗ്രിയിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പാറ്റുല വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേപോലെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു കേക്ക് ടീൻ എടുത്തിട്ട് 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എക്സസ് ആയിട്ടുള്ള എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 100 ഡിഗ്രിയിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 കോയിലും ഹീറ്റാക്കിയിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ടിൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഈ ഒരു കേക്ക് ടിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതായൊരു റൗണ്ടോ സ്ക്വയറോ കേക്ക് ടിൻ നിങ്ങൾക്ക് എടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു വാട്ടർ ബാത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല മോയിസ്റ്റും ആകും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്നും വിണ്ട് കയറില്ല. അപ്പോൾ ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാം. ഒഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഈ ഒരു കേക്ക് ടിന്നിൻ്റെ അകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം പോകാനായിട്ട് പാടില്ല. അതുപോലെ ഒരു 1.5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ അല്ലെങ്കിൽ ഹൈറ്റിൽ ഈ ഒരു വെള്ളം നമ്മളിതിൽ നിറയ്ക്കണം. അപ്പോൾ നമുക്ക് ഒഴിക്കാനുള്ള എളുപ്പത്തിൽ ഞാനൊരു ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഈ ടിന്നിലേക്ക് ഒഴിച്ചിട്ട് കേക്ക് ടിൻ അതിന് മുകളിലായിട്ടും എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ സൂക്ഷിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വളരെ കുറച്ച് ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം എടുത്തിട്ട് ബേക്ക് ചെയ്യുന്ന ഒരു കേക്കാണ്. ഇപ്പോൾ നമ്മുടെ കേക്ക് ടിന്നും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ്റെ ഉള്ളിലേക്ക് വെക്കാം. ഇത് പ്രീ ഹീറ്റായി കിടക്കുന്ന ഓവനാണ്. 100 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഞാനത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ഏറ്റവും താഴത്തെ റാക്കിൽ വേണം ഈ ഒരു കേക്ക് ടിന്ന് വെക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ 1 മണിക്കൂർ നമ്മളിത് 100 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 100 ഡിഗ്രി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് നമ്മളെപ്പോഴും കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും താഴത്തെ റാക്കിലാണ് ഞാൻ ഈ ഒരു കേക്ക് ടിൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാലും ഈ ഒരു കേക്കിന് യാതൊരു ഡിഫറൻസും നമുക്ക് തോന്നില്ല. കളറൊക്കെ അതേപോലെ തന്നെ വൈറ്റ് കളറായിരിക്കും. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കും. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി ഈ ഒരു ഓവൻ്റെ ടെമ്പറേച്ചർ 100-ൽ നിന്നും 160 ഡിഗ്രിയിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് 10 മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം 1 മണിക്കൂറും 10 മുതൽ 15 മിനിറ്റ് വരെയും എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് എടുക്കേണ്ടത്. ആദ്യത്തെ 1 മണിക്കൂർ 100 ഡിഗ്രി സെൽഷ്യസും അതുപോലെ അടുത്ത 15 മിനിറ്റ് 160 ഡിഗ്രി സെൽഷ്യസിലുമാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ 10 മിനിറ്റ് ആയപ്പോൾ എടുത്തു. നിങ്ങൾക്ക് 15 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല പെർഫെക്റ്റ് കളറിലും അതുപോലെ ടെക്സ്ചറിലും ഈ ഒരു കേക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പം കുറച്ച് വലിയൊരു കേക്ക് ടിന്നാണ്. അതുപോലെ തന്നെ
ഒരുപാട് ഹൈറ്റ് ഇല്ലാത്തതുമാണ്. അപ്പോൾ നിങ്ങൾ 6 ഇഞ്ചിൻ്റെ റൗണ്ട് പാനൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൈറ്റിൽ ഈ ഒരു കേക്ക് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ക്രാക്ക് ഒന്നും വീണിട്ടില്ല. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഡിമോൾഡ് ചെയ്യുമ്പം ഇതുപോലെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലായിട്ടൊരു പ്ലേറ്റ് ഇങ്ങനെ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മുകൾ ഭാഗം ഈ ഒരു പ്ലേറ്റിലേക്ക് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്യാം. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. നമുക്ക് ഒന്ന് പ്രസ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെയാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു പ്ലേറ്റ് ഇതിൻ്റെ ബേസിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ആക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് പൊട്ടിയൊന്നും പോയിട്ടില്ല. ഇനി ഒന്നുകൂടെ തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലെ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കേക്കാണ്. ഞാനിത് ഉണ്ടാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പം തന്നെ ഇത് കാലിയായി. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു കേക്ക് നിങ്ങൾ ചൂടോടെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ശേഷം നമുക്കിത് തണുപ്പിച്ചിട്ടും കഴിക്കാവുന്നതാണ്. അപ്പം നമ്മളിത് കട്ട് ചെയ്ത ഉടനെ തന്നെ ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കേണ്ടത്. ഒരുപാട് പെട്ടെന്ന് പുറത്തിരുന്നാൽ ഇത് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ കേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് താഴും. ഏത് കേക്കായാലും കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് താഴ്ന്നു വരും. അപ്പോൾ ഇത് ആദ്യം കട്ട് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റിലുള്ളൊരു കേക്കാണ്. അതുപോലെ ഈ ഒരു ക്രീം ചീസ് ചേർത്തിരിക്കുന്ന കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പുഡിങ് പോലെയും നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നമ്മളുടെ ഇൻസ്റ്റയിലേക്കോ ഫേസ്ബുക്കിലേക്കോ മെയിലിലേക്കോ സെൻഡ് ചെയ്ത് തരിക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്